നമ്മളെ ഹൃദയത്തെ ഉലയ്ക്കുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ മരണ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അമ്മ സീതാലക്ഷ്മി അവിടെ വീണുപോയിരുന്നു. അതിനുശേഷം പിന്നീട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി നിരവധി പേർ വന്നു. പക്ഷേ അവർക്കെല്ലാം തന്നെ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. 2 മുറി വീടാണ്. വീട് പണി പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ആ ഒരു നിലയിലുള്ളൊരു വീട് അവിടെ സ്ഥലപരിമിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല കുടുംബത്തിന് കൃത്യമായ ഒരു ധനസഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ബിന്ദു. പക്ഷേ ആ ഒരു ആശ്രയമാണിപ്പോൾ ചലനമറ്റ് ഈ ഒരു നിലയിൽ വീട്ടുകാർക്ക് മുന്നിൽ ഇപ്പോൾ കിടക്കുന്നത്. അല്പസമയത്തിനും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നമുക്കറിയാം, സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി ഇപ്പോൾ പൊതുദർശനമുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അതിൽ കാണാനായി നിരവധി പേരാണ് രാവിലെ 8:30 മുതൽ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ബിന്ദുവിനെ കാണാനായി ഈ വീട്ടിലേക്ക് വരുന്നു. അല്പസം മുമ്പ് തന്നെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ജില്ലാ കളക്ടർ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുടുംബം അത്തരമൊരു അനാസ്ഥ സംബന്ധിച്ചൊരു പരാതിയൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇന്ന് രാവിലെ ബിന്ദുവിന്റെ ഭർത്താവ് വലിയ പരാതിയായിരുന്നു ഈ സംഭവത്തിനെ തുടർന്ന് ഉന്നയിച്ചത്. രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. മാത്രമല്ല കടുത്ത അനാസ്ഥ അധികൃതരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ മന്ത്രിയും അതോടൊപ്പം മറ്റു ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും അതിന് മുൻപത്തെ ദിവസങ്ങളിലും തന്നെ അവിടുത്തെ ആളുകൾ അവിടെ ആ ഒരു ശുചിമുറി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ഒരു സംഭവത്തിന് വിശദീകരണമായി രംഗത്ത് വരുന്നതാണ് ബിന്ദുവിന്റെ ഭർത്താവ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.